അങ്ങനെ ബിഗ് ബോസ് കഴിയാനായിട്ട് ഇനി ഏതാനും ആഴ്ചകൾ മാത്രം. ഇതുവരെയുള്ള പ്രകടനങ്ങൾ വെച്ചിട്ട് ഞാനൊന്ന് പ്രഡിക്റ്റ് ചെയ്യാൻ ശ്രമിച്ചാലോ നമ്മുടെ ഫൈനൽ 5. എന്തായാലും നമുക്ക് നോക്കാം. എന്തായാലും ഓൺഗോയിങ് വീക്കും കൂടെ കൂട്ടി ഒരു 4 ആഴ്ച മാത്രമായിരിക്കും മാക്സിമം ഉണ്ടാവുക. ഇക്കഴിഞ്ഞ സീസണിലെ റൗണ്ടുകളൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പം 12th വീക്ക് വരിക മോസ്റ്റ്ലി ടിക്കറ്റ് ഫിനാലെ റൗണ്ടായിരിക്കും. അത് കഴിഞ്ഞ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന വേറൊരു റൗണ്ട് എന്ന് പറയുന്നത് മണി ബോക്സ് സെലക്ഷൻ ആയിട്ടുള്ള റൗണ്ടാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇതിൻ്റെ എല്ലാ ഇടയ്ക്ക് പതിവ് പോലെ തന്നെ ഒരു 3 വീക്കെൻ്റെ വിഷം കൂടി നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും. നിലവിലുള്ള ഒരു ചാൻസ് വെച്ചിട്ട് ലക്ഷ്മി, നെവിൻ, അക്ബർ, അതും അല്ലെങ്കിൽ സാബുമാൻ, ഇവരൊക്കെയാണ് എൻ്റെ ലിസ്റ്റിൽ ആദ്യം വരുന്നത്. അതിൽ തന്നെ സാബുമാൻ ഈ വീക്കെൻഡ് എവിക്ഷനിൽ നിന്നും സേഫായിരിക്കും. ടിക്കറ്റ് ഫിനാലെ എന്ന റൗണ്ട് ഉണ്ടെങ്കിൽ തന്നെ അതിൽ ഞാൻ ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കാൻ പോകുന്നൊരു കണ്ടസ്റ്റൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ആര്യനായിരിക്കും. അതിന് എൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് പുള്ളിയുടെ റീസെൻ്റ് ആയിട്ടുള്ള കുറച്ച് പ്രകടനങ്ങളാണ്. അതായത് പുള്ളി വളരെ നന്നായിട്ട് തന്നെയാണ് ഈ ഒരു റീസെൻ്റ് ടൈമിൽ ഇവോൾവ് ആയി വന്നിരിക്കുന്നത്. ഇനി മണി ബോക്സിൻ്റെ റൗണ്ട് വന്നെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ സാധ്യത അത് ചൂസ് ചെയ്യാനായിട്ട് ഞാൻ കൊടുക്കുന്നൊരു കോണ്ടസ്റ്റൻ്റ് എന്ന് പറയുന്നത് ആദിലയാണ്. ഉള്ള കോണ്ടസ്റ്റൻ്റുകളിൽ അത്യാവശ്യം നന്നായിട്ട് ചിന്തിച്ച് പ്രവർത്തിക്കുന്ന ഒരു കോണ്ടസ്റ്റൻ്റ് എന്ന നിലയിലാണ് ഞാൻ അങ്ങനെ ഒരു സാധ്യത കൊടുത്തത്. മാത്രവുമല്ല നിലവിലൊരു വോട്ടിംഗ് സാഹചര്യവും ഈ ഒരു ഡിസിഷനെ സ്വാധീനിക്കാനുള്ള എല്ലാ ഘടകവുമായി ഞാൻ കാണുന്നു. ഇതെല്ലാം കഴിഞ്ഞ് ഫൈനൽ 5 ഞാൻ പ്രഡിക്റ്റ് ചെയ്യുന്ന 1 ആര്യൻ, 2 നൂറ, 3 അനുമോൾ, 4 ഷാനവാസ്, പിന്നെ 5-മതായിട്ട് നമ്മുടെ എല്ലാം കോമണറായ അനീഷ്. ഇതാണ് ഇപ്പോൾ നിലവിൽ എനിക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു ടോപ്പ് 5 കണ്ടസ്റ്റൻ്റ് എന്ന് പറയുന്നത്. എന്തായാലും നിങ്ങളുടെ പ്രഡിക്ഷൻ ഇതിൽ നിന്ന് എന്തെങ്കിലും വ്യത്യസ്തമാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമുക്ക് നോക്കാം വരും എപ്പിസോഡിൽ എങ്ങനെയാകുമെന്ന്.